മജ്ലിസ് പ്രൈമറി സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ മാതൃകാ ചോദ്യങ്ങൾ താരീഖ് ലെസൺ 4-7 ഭാഗം 1. മുജദ്ദിദ് അൽ-ഫസാനി എന്നറിയപ്പെടുന്നത് ആര്? ഷെയ്ഖ് അഹമ്മദ് യാസീൻ, ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി, ഷെയ്ഖ് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ്, സയ്യിദ് ഖുതൂബ്. ഉത്തരം ബി, ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി. 2. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഷാനവാസ് ഖാൻ, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, സുഭാഷ് ചന്ദ്രബോസ്, അബ്ദുൽ ഖാദിർ ആസാദ്. ഉത്തരം ബി, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. 3. ആരാണ് ഫാത്തിഹുൽ ഖുദ്സ്? സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി, ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി, മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഷെയ്ഖ് മാഹിൻ ഹമദാനി. ഉത്തരം എ, സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി. 4. മുട്ടും വിളിയും എന്ന കലാരൂപത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഏതാണ്? ദഫ്, പുല്ലാങ്കുഴൽ, മാപ്പിള ഷഹനായ്, മദ്ദളം. ഉത്തരം സി, മാപ്പിള ഷഹനായ്. 5. ഷഹീദ് സയ്യിദ് അഹമ്മദിൻ്റെ ശിഷ്യനായിരുന്ന ഗോളിയോർ മന്ത്രി ആരാണ്? രാജ ഹിന്ദുറാവു, ബഹദൂർ ഷാ സഫർ, ഷാ ഇസ്മായിൽ, ഷാ അബ്ദുൽ അസീസ്. ഉത്തരം രാജ ഹിന്ദുറാവു. 6. തുഹ്ഫത്തുൽ മുജാഹിദീൻ ആരുടെ ഗ്രന്ഥമാണ്? സൈനുദ്ദീൻ മക്തൂം ഒന്നാമൻ, അബ്ദുൽ അസീസ് മക്തൂം, സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ, ഖാളി മുഹമ്മദ്. ഉത്തരം സി, സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ. 7. മആലിമി ഫി ത്വരീഖ് എന്ന കൃതിയുടെ മലയാള വിവർത്തനത്തിൻ്റെ പേര്? കടോര കുടാരം, ഖുർആനിൻ്റെ തണലിൽ, വഴിയടയാളങ്ങൾ, ഇസ്ലാം മതം. ഉത്തരം സി, വഴിയടയാളങ്ങൾ. 8. മികച്ച ഇസ്ലാമിക സേവനത്തിനുള്ള സൗദി ഗവൺമെൻറ്റിൻ്റെ ഫൈസൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്ക്? യൂസുഫുൽ കറലാവി, ഹസനുൽ ബന്ന, സയ്യിദ് ഖുതുബ്, അബുൽ അഅ്ല മൗദൂദി. ഉത്തരം അബുൽ അഅ്ല മൗദൂദി. 9. ഹമാസിൻ്റെ സ്ഥാപക നേതാവാര്? ഷെയ്ഖ് അഹമ്മദ് യാസീൻ, ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി, ഷെയ്ഖ് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ്, സയ്യിദ് ഖുതൂബ്. ഉത്തരം എ, ഷെയ്ഖ് അഹമ്മദ് യാസീൻ. 10. സ്വദേശാഭിമാനി പത്രം തുടങ്ങിയത് ആര്? ആലി മുസ്ലിയാർ, ഷെയ്ഖ് മാഹിൻ ഹമദാനി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഉത്തരം സി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. 11. ഏറനാട്ടിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു ആലി മുസ്ലിയാർ, മമ്പുറം തങ്ങൾമാർ, ഉണ്ണി മൂസ, ഹൈദ്രോസ്. ഉത്തരം എ, ആലി മുസ്ലിയാർ. 12. ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക, അല്ലെങ്കിൽ എന്നെ കബറടക്കാൻ ഒരു സ്വതന്ത്ര രാജ്യത്ത് 6 അടി മണ്ണ്. ഇത് പറഞ്ഞതാര്? മൗലാന മുഹമ്മദ് അലി, അബുൽ കലാം ആസാദ്, അബുൽ ഹസൻ അലി നദ്വി, മൗലാന ഹബീബുർ റഹ്മാൻ. ഉത്തരം മൗലാന മുഹമ്മദ് അലി. 13. 1955 ഡമസ്കസ് യൂണിവേഴ്സിറ്റി 20-ാം നൂറ്റാണ്ടിൻ്റെ ചിന്തകൻ എന്ന പദവി നൽകി ആദരിച്ചത് ആരെയാണ്? ഷെയ്ഖ് അഹമ്മദ് യാസീൻ, ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി, സയ്യിദ് ഖുതൂബ്, യൂസുഫുൽ കറലാവി. ഉത്തരം സി, സയ്യിദ് ഖുതൂബ്. 14.
അറബി മലയാളത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? അറബി ഭാഷ മലയാള ലിപിയിൽ എഴുതുന്നതാണ് അറബി മലയാളം. മലയാള ഭാഷ അറബി ലിപിയിൽ എഴുതുന്നതാണ് അറബി മലയാളം. അറബി ഭാഷയിൽ എഴുതിയത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതാണ് അറബി മലയാളം. മലയാള ഭാഷയിൽ എഴുതിയത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നതാണ് അറബി മലയാളം. ഉത്തരം മലയാള ഭാഷ അറബി ലിപിയിൽ എഴുതുന്നതാണ് അറബി മലയാളം. 15. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം കൊടുത്തത് ആരാണ്? ഷെയ്ഖ് മാഹിൻ ഹമദാനി, മമ്പുറം തങ്ങൾമാർ, ഹാജി സാഹിബ്, മൗലാന അബുൽ ആല മൗദൂദി. ഉത്തരം സി, ഹാജി സാഹിബ്. 16. ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് എവിടേക്കാണ്? ഫലസ്തീൻ, ഇറാൻ, പാകിസ്ഥാൻ, മ്യാൻമർ. ഉത്തരം ഡി, മ്യാൻമർ. മ്യാൻമറിലെ റങ്കൂണിലേക്ക്. 17. 1921 മലബാർ കലാപത്തിലെ വലിയ പൊട്ടിത്തെറികൾക്ക് തുടക്കം കുറിച്ച സംഭവമാണ് ഉപ്പു സത്യാഗ്രഹം, ദണ്ഡ് യാത്ര, പൂക്കോട്ടൂർ യുദ്ധം, ഖിലാഫത്ത് പ്രസ്ഥാനം. ഉത്തരം സി, പൂക്കോട്ടൂർ യുദ്ധം. 18. കേരളത്തിന് മലബാർ എന്ന് പേര് നൽകിയത് പാശ്ചാത്യർ, യൂറോപ്യർ, അറബികൾ, പറങ്കികൾ. ഉത്തരം സി, അറബികൾ. 19. അറബി മലയാള ലിപിയിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പേർഷ്യൻ നോവൽ ഏത്? ഇന്ദുലേഖ, സൈഫുൽ ബത്താർ, ചാർ ദർവേഷ്, കടോര കുടാരം. ഉത്തരം സി, ചാർ ദർവേഷ്. 20. സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ ഖബറടക്കിയത് എവിടെയായിരുന്നു? തുർക്കിയിലെ ഇസ്താംബൂൾ, ഗോളിയോർ, ഫലസ്തീൻ, ഡൽഹി. ഉത്തരം എ, തുർക്കിയിലെ ഇസ്താംബൂൾ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 21. സൈഫുൽ ബത്താർ ആരുടെ കൃതിയാണ്? ഉത്തരം അലവി തങ്ങൾ. 22. ഒരു മലയാളി രചിക്കുന്ന ആദ്യത്തെ കേരള ചരിത്ര ഗ്രന്ഥം ഏത്? ഉത്തരം തുഹ്ഫത്തുൽ മുജാഹിദീൻ. 23. ഉപ്പു സത്യാഗ്രഹത്തെ ജിഹാദുൽ അക്ബർ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 24. ഹമാസ് രൂപീകരിച്ച വർഷമേത്? ഉത്തരം 1987. 25. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥക്ക് കാരണമെന്ത്? 1857 കലാപത്തിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളോട് കടുത്ത പ്രതികാരം ചെയ്തു. ഡൽഹിയിലെ കുടിപ്പാർപ്പുകൾ പിടിച്ചെടുത്തു. സാദിഖ്പൂർ മഹല്ലയിലെ മുസ്ലിം ഭവനങ്ങൾ മുഴുവൻ തകർത്തു. ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ അന്തമാനിലേക്ക് നാടുകടത്തി. പണ്ഡിതന്മാരെ തൂക്കിക്കൊന്നു. സ്വത്തുക്കൾ പിടിച്ചെടുത്തു. സർക്കാർ ജോലികൾ ഇല്ലാതാക്കി. ഇതാണ് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥക്ക് കാരണം. 26. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിനെ കുറിച്ച് ചുരുക്കി എഴുതുക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസിദ്ധീകരണാലയമാണ് IPH എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്. വളാഞ്ചേരിയിൽ ഹാജി സാഹിബാണ് ഇതിന് തുടക്കം കുറിച്ചത്. 27. മുട്ടും വിളിയും എന്നാൽ എന്ത്? മാപ്പിള ഷഹന എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രത്യേകതരം കുഴലിലൂടെ സംഗീതസ്വരം പുറപ്പെടുവിച്ച് താളമേളങ്ങളോടെ നടത്തുന്ന കലാപ്രകടനമാണ് മുട്ടും വിളിയും. മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ചീനിമുട്ട് എന്നും ഇതിന് പേരുണ്ട്. കുറിപ്പെഴുതുക. 28. ഹമാസ് ഫലസ്തീനിലെ ഏറ്റവും സജീവമായ ഇസ്ലാമിക വിപ്ലവ സംഘടനയാണ് ഹമാസ്. 1987 ഷെയ്ഖ് അഹമ്മദ് യാസീൻ ഹമാസിന് രൂപം നൽകുന്നത്. 1948 ഫലസ്തീനിൽ ജൂതന്മാരുടെ നേതൃത്വത്തിൽ
ഇസ്രായേൽ എന്ന രാജ്യം പിറവികൊണ്ടത് മുതൽ ഫലസ്തീൻ ജനത അഭയാർത്ഥികളെപ്പോലെ കഴിയേണ്ടി വന്നു. അന്നു മുതൽ ഫലസ്തീൻ ജനത നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടത്തിലുമാണ്. 2004 മാർച്ച് 22 ഇസ്രായേൽ സേനയുടെ ബോംബിനാൽ അഹമ്മദ് യാസീൻ ഷഹീദായെങ്കിലും ഇന്നും ഹമാസിൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 29 ഹാജി സാഹിബ്. കേരളത്തിലെ മുസ്ലിം പരിഷ്കർത്താക്കളിൽ ഉന്നത സ്ഥാനമാണ് ഹാജി സാഹിബ് എന്നറിയപ്പെടുന്ന VP മുഹമ്മദ് അലി ഹാജി സാഹിബിനുള്ളത്. കുഞ്ഞാലൻകുട്ടി എന്നാണ് നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. വായനയിലൂടെയും പഠനങ്ങളിലൂടെയും മനസ്സിലാക്കിയ ഇസ്ലാമിനെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തി. കൂടുതൽ പഠിക്കാനായി പഞ്ചാബിലെ പഠാൻകോട്ടിൽ അബുൽ അഅ്ല മൗദൂദിയുടെ അടുക്കലെത്തി 2 വർഷം താമസിക്കുകയും കേരളത്തിൽ വന്ന് 1943 ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസിദ്ധീകരണാലയമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് വളാഞ്ചേരിയിൽ തുടക്കം കുറിച്ചത് ഹാജി സാഹിബാണ്. വിശദമായി ഉത്തരമെഴുതുക. ഖിലാഫത്ത് പ്രസ്ഥാനവും മൗലാന മുഹമ്മദ് അലിയും. തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്ത് ബ്രിട്ടീഷുകാർ അവസാനിപ്പിച്ചതിലുള്ള പ്രതിഷേധമായാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. 1913 മുതൽ 1922 വരെയാണ് ഖിലാഫത്ത് പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടത്. ഈ പ്രക്ഷോഭമാണ് പിന്നീട് നിസ്സഹകരണ പ്രസ്ഥാനവും സിവിൽ നിയമലംഘനവുമൊക്കെയായി മാറിയത്. തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫത്ത് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യക്ക് പുറത്തും പ്രവർത്തിച്ച മഹാനാണ് മൗലാന മുഹമ്മദ് അലി.